ഇപ്പോൾ ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഗുരുവായൂർ എം എൽ എ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഇപ്പോൾ KSU നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ നിന്നും അതീവ പ്രാധാന്യമുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ പരാമർശം ഗൗരവതരമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു. രാജ്യത്തിനും സമൂഹത്തിനും സംഭവിച്ച ആഘാതം എങ്ങനെ മറികടക്കും, ആഘാതം മറികടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു ചെയ്തു എന്ന ചോദ്യവും കോടതി ചോദിക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ അങ്ങയുടെ പ്രതികരണം? ഇത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്ന്, ഗുരുവായൂർ പോലെ വളരെ പ്രധാനപ്പെട്ട മതനിരപേക്ഷ സംസ്കാരം ഏറ്റവും ശക്തമായ ഒരു മണ്ഡലത്തിൽ വന്നു നിന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ വളരെ തെറ്റായ നിലയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്ന സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അന്ന് തന്നെ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നു. പോലീസിൽ പരാതി നൽകുകയുണ്ടായി. പോലീസ് അക്കാര്യത്തിൽ കേസെടുത്തു. ഇലക്ഷൻ കമ്മീഷനും പരാതികൾ നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനാണ് ഇനി നടപടികൾ സ്വീകരിക്കേണ്ടത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ പത്രിക സ്വീകരിക്കുന്നതിനെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ അന്ന് അതേ ദിവസം വാദമുഖങ്ങൾ ഉയർത്തുകയുണ്ടായി. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന്റെ പത്രിക സ്വീകരിച്ച് മറ്റു കാര്യങ്ങൾ പിന്നീട് നിലപാട് സ്വീകരിക്കാം എന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു മതനിരപേക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുവായൂരിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് ലഭ്യമായ വിവരങ്ങളിൽ BJPയിലെ ചില നേതാക്കൾ തന്നെ ഇത് അരുതാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയി എന്ന് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായിട്ടാണ് എന്റെ അറിവ്. പൊതുവിൽ കേരളത്തെ പോലെ ഏറ്റവും ദൃഢമായ ഒരു സെക്യുലർ കൾച്ചർ ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാട്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് ആശ്വാസകരമാണ്. നമ്മുടെ മതനിരപേക്ഷ സമൂഹത്തിന് അപമാനകരമായ ആഘാതമുണ്ടാക്കുന്ന ഈ നിലപാട് തീർച്ചയായും അദ്ദേഹത്തിനെതിരായിട്ട് ജനങ്ങളുടെ വിധി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൈക്കോടതിയുടെ നിലപാട് ഏറ്റവും അഭിനന്ദനീയവും ആശ്വാസകരവുമാണ് എന്നതാണ് എന്റെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം. വളരെ നന്ദി ശ്രീ കെ വി അബ്ദുൽ ഖാദർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഹൈക്കോടതി പക്ഷേ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം.